നമസ്കാരം ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ സ്കിപ്പി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് വഴി നിങ്ങൾ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബ് വഴി പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള വീഡിയോസാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇൻ്റർനെറ്റ് ഡാറ്റയും കുറവാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് എന്താണ് പറയുന്നത്, ഒരു വീഡിയോയ്ക്കകത്ത് എന്താണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ അതിനെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റും. ഐ മീൻ വീഡിയോ പ്ലേ ചെയ്യാം. അല്ലാതെ വീഡിയോ പ്ലേ ചെയ്യാതെ നിങ്ങൾക്ക് അവരെന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ആ നോട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ അല്ലെങ്കിൽ നോട്ട് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള എന്താണ് ആ നറേറ്റർ പറയുന്നത് അതാണ് അവിടെ എഴുതി കാണിക്കുന്നത്. ഒരു സബ് ടൈറ്റിൽ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും പ്ലേ ചെയ്യാം. വീഡിയോസ് പ്ലേ ചെയ്തും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് എല്ലാ എൻ്റർടൈൻഡ് വീഡിയോസ് അല്ല വരുന്നത്. എല്ലാം നമുക്ക് സ്റ്റഡി ബേസ്ഡ് ഉള്ള വീഡിയോസാണ്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. നോട്ട്സ് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നോട്ട്സ് എഴുതിയെടുക്കാം. അങ്ങനെ നമുക്ക് ഈസി അസസ് പഠിക്കാനായിട്ടുള്ള ഈസി അസസ് എന്ന വഴിക്കാണ് ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതെന്ന് പറയുന്നത് ട്വിച്ച് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതൊരു ഗെയിമറിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ആദ്യം നിങ്ങൾ സൈൻ അപ്പ് കൊടുത്ത് നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓൺലൈൻ ഗെയിമേഴ്സ്, യൂട്യൂബിലുള്ള ഓൺലൈൻ ഗെയിമേഴ്സിനെ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഗെയിംസാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, ഗെയിംസിൻ്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ലൈവായിട്ടുള്ള ഓരോ ഗെയിമർ അല്ലെങ്കിൽ ഓരോ ഗെയിമിൻ്റെ ഇപ്പോൾ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. അതിനകത്ത് പ്രിവ്യൂ കൊടുത്താൽ നമുക്ക് ഇപ്പോൾ ഏതാണ് വീഡിയോ ആണ് ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ആ വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് യൂട്യൂബുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് ലൈവായിട്ട് ആ വീഡിയോസ് കാണാം. നിങ്ങൾക്കിപ്പോൾ അസസിൻ ക്രീഡാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അസസിൻ ക്രീഡിൻ്റെ ഇപ്പോൾ ഉള്ള ലൈവായിട്ടുള്ള ഗെയിമിംഗ് റിവ്യൂ അല്ലെങ്കിൽ ഗെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്ക്രീൻഷോട്ട് അസിസ്റ്റൻറ്റ്. നോർമലി നമ്മുടെ സ്ക്രീൻഷോട്ട് ചെയ്യുന്ന വേ എന്ന് പറയുന്നത് വോളിയം ബ്രോക്കർ അല്ലെങ്കിൽ വോളിയം ബ്രോക്കറും പവർ ബട്ടൺ, ഹോം ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്യുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്ന ഒരു ഐക്കണായിരിക്കും ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അസിസ്റ്റൻറ്റ് ആപ്പ് നോട്ടിഫിക്കേഷൻ ഡിവൈസ് മാനേജറിൽ കയറിയിട്ട് ആ ഗൂഗിൾ മാറ്റിയിട്ട് നമ്മുടെ സ്ക്രീൻഷോട്ട് അസിസ്റ്റൻറ്റ് എനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് ഏത് സ്പെസിഫിക് പാർട്ട് ഏതാണെന്ന് വെച്ചാൽ ആ പാർട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇത് ചില സമയത്തൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വൺ ഹാൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്തത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കുക. ഈ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പറഞ്ഞ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.